ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയായിരിക്കും ഇത്. ഈ ഒരു വയർലെസ് മൈക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അവരുടെ ചാനലിലെല്ലാം തന്നെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ് ക്രിയേഷൻ ജേണിയിലെല്ലാം യൂസ് ചെയ്യുന്ന ഒരു മൈക്രോഫോണാണിത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് പേർ ഈ ഒരു മൈക്രോഫോൺ എല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത്? ഇത് ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന മോഡലാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു കോംബോ വേർഷനാണ്. കോംബോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ക്യാമറയുമായി കണക്റ്റ് ചെയ്യാം, ഇനി ഐഫോണുമായി കണക്റ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണുമായി എല്ലാം കണക്റ്റ് ചെയ്യാം. ഇനി കോംബോ വേർഷൻ അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു USB മാത്രമായി, അതായത് ആൻഡ്രോയിഡ് മാത്രമായി കണക്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ, ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ്നിങ് മാത്രമായി, ഇങ്ങനെ നിങ്ങൾക്ക് പലവിധ ഓപ്ഷനിൽ ഈ ഒരു പർച്ചേസ് എല്ലാം നടത്താം. അതിനാൽ തന്നെ അതിൻ്റെ പ്രൈസിലെല്ലാം ഡിഫറൻസ് എല്ലാം വരുന്നുണ്ട്. കോംബോ വേർഷനാണ് ഇതിലെല്ലാം കൂടി വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ, ഐഫോൺ, അതുപോലെ ക്യാമറ, ഇത് എല്ലാതുമായി നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കേജാണിത്. ഇനി നമുക്ക് ഇതിനോടൊപ്പം എന്തെല്ലാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അതുപോലെ എന്തുകൊണ്ടായിരിക്കും ഒരുപാട് പേർ ഈ ഒരു മൈക്രോഫോൺ എല്ലാം ഇഷ്ടപ്പെടുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ ചെറിയ ഈ ഒരു ബോക്സിൽ നമുക്ക് ഇതിൻ്റെ റിസീവർ, അതുപോലെ ഈ ഒരു ട്രാൻസ്മിറ്റർ, ഇപ്പോൾ ക്യാമറയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ സൈസിലാണ് ഈ ഒരു മൈക്കെല്ലാം വരുന്നത്. അതുപോലെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയ ഒരു ട്രാൻസ്മിറ്ററാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഷർട്ടിലെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഈ ഒരു മാഗ്നറ്റോട് കൂടിയാണ് ഇത് വരുന്നത്. മാഗ്നറ്റ് ജസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ ഷർട്ടിലെല്ലാം തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണിത്. അതുപോലെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് അത്രത്തോളം നമ്മുടെ ഷർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നതായൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ ലൈറ്റ് വെയ്റ്റ് ആണിത്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നോയിസ് ക്യാൻസലേഷൻ എല്ലാമാണ്. നിങ്ങൾക്ക് ഔട്ട്ഡോർ എല്ലാം വ്ളോഗിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ, ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സൈഡിൽ ഒരു യെല്ലോ ബട്ടൺ എല്ലാം തന്നിട്ടുണ്ട്. ഇത് ഒരു തവണ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഒരു ബ്ലൂ ലൈറ്റ് മാറി ഒരു ഗ്രീൻ ലൈറ്റ് എല്ലാം വരികയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഇത് നോയിസ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആണ് എന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൈക്രോഫോണോട് കൂടി ലഭിക്കുന്നത് എന്നെല്ലാം ഈ ഒരു ചാർട്ടെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പാക്കിംഗ് ലിസ്റ്റ് എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ട്രാൻസ്മിറ്റർ 2 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ഒരു ട്രാൻസ്മിറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്യാമറ വേർഷൻ റിസീവറാണ് ഈ ഒരു റിസീവർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു റിസീവർ ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇനി നമുക്ക് മൊബൈലുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു റിസീവറാണ് ഇത്. ഇത് പഴയ തരത്തിലുള്ള ഐഫോൺ എല്ലാം യൂസ് ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു ലൈറ്റ്നിങ് കേബിൾ എല്ലാം ഡയറക്റ്റായി ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ് ഇത്. അതുപോലെ തന്നെ ഇപ്പോൾ USB എല്ലാം, അതായത് പുതിയ USB എല്ലാം ഉള്ളവർക്ക്, അതുപോലെ ആൻഡ്രോയിഡ് മൊബൈലുകളെല്ലാം കണക്ട് ചെയ്യുന്നതിന് ഇതിനു വേണ്ടിയുള്ള ഒരു റിസീവറാണിത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു കാര്യമെല്ലാം വരുന്നത്. ഇനി നമുക്ക് ഒരു ചാർജിങ് കേസ് കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട്. ക്യാമറ വേർഷൻ ചാർജിങ് കേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് വളരെ കോമ്പാക്റ്റബിളായ ഒരു സൈസിലൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിത് ചാർജ് ചെയ്യുന്നതിന് USB കേബിളെല്ലാം ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റായി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം ഇതിൽ വച്ചതിന് ശേഷം ചാർജ് ചെയ്യാനെല്ലാം സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോംബോ വേർഷനോടൊപ്പം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ഇത് താഴത്തേക്ക് വരണം. ഇവിടെ ഇത് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് ചാർജ് ചെയ്യാനെല്ലാം സാധിക്കുക. ഇത്തരത്തിൽ ഇത് മൂന്നും നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് USB കേബിളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ ഒരു കേസ് എല്ലാം വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കേബിൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വ്ളോഗിങ് എല്ലാം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വിൻഡ് എല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം യൂസ് ചെയ്യുന്ന വിൻഡ് സ്ക്രീൻ അല്ലെങ്കിൽ ഡെഡ് ക്യാറ്റ് എല്ലാം തന്നെ 2 എണ്ണം ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈസിയായി നമ്മുടെ ട്രാൻസ്മിറ്ററുമായി കണക്ട് ചെയ്യാനെല്ലാം സാധിക്കും. അതുപോലെ ഇത് ഇനി നിങ്ങൾക്ക് ക്ലിപ്പ് എല്ലാം ചെയ്യണമെങ്കിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾക്ക് ഷർട്ടിലെല്ലാം ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനോടൊപ്പം തന്നിരിക്കുന്ന ഈ ഒരു മാഗ്നറ്റ് മാത്രമായി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷർട്ടിലെല്ലാം ക്ലിപ്പ് ചെയ്യാം. ഇതും വളരെ കൺവീനിയൻ്റായ ഒരു കാര്യമാണ്. അതുപോലെ 2 എണ്ണമാണ് ഇത്തരത്തിൽ ഈ ഒരു ക്ലിപ്പെല്ലാം തന്നിരിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം ഇത്തരത്തിൽ 2 മാലയെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാല യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഇതിനായി നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്മിറ്റർ ജസ്റ്റ് ഇതുപോലെ ഈ ഒരു മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് മാല രൂപത്തിൽ നിങ്ങൾക്ക് അണിഞ്ഞുകൊണ്ട് തന്നെ ഓഡിയോ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. ലാർക്ക് M2 നെക്ലസ്, സിലിക്കൺ കേസ് 2 എന്നെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്നതാണ് ഈ ഒരു USB കേബിൾ. ഈ ഒരു USB കേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാർജിങ് കേസ് ഇതെല്ലാം തന്നെ ചാർജ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു USB കേബിൾ എല്ലാം യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ കൂടെ വരുന്നത് വാറണ്ടി കാർഡ്, ഇങ്ങനെ ഈ ഒരു ബാഗ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇത് വരുന്നത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമുക്കൊരു ഫേംവെയർ അപ്ഡേറ്റ് എല്ലാം വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഫേംവെയർ അപ്ഡേറ്റ് എല്ലാം ചെയ്യുക എന്നതിനെ കുറിച്ചെല്ലാം അറിയണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇത് വളരെ ഈസിയായ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ ഒരു ഹോളി ലാൻഡിൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ആയി നിങ്ങൾ ഈ ഒരു റിസീവർ എല്ലാം തന്നെ കണക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എൻ്റെ കേസ് ഇവിടെ കുറച്ച് കട്ടി കൂടിയ കേസ് എല്ലാമാണ് ഞാൻ ഈ ഒരു മൊബൈലിൽ യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ എൻ്റെ ഐഫോണിൽ ഈ ഒരു കേസ് യൂസ് ചെയ്ത് എനിക്ക് ഈ ഒരു റിസീവർ കറക്റ്റായി കണക്ട് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ജസ്റ്റ് ഞാൻ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു റിസീവർ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹോളി ലാൻഡ് വുഡ് ലൈക്ക് ടു ആക്സസ് ദി മൈക്രോഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അലോ എന്ന് നമുക്കിത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൈക്ക് ടു കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ പെയർ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 2 മൈക്കും ഇതുപോലെ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ബോക്സിൽ നിന്നും ഇത് ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇത് ഓട്ടോമാറ്റിക്കായി ഇവിടെ കണക്റ്റ് ആകുന്നത് കാണാം. ഈ ഒരു ബ്ലിങ്കിങ് എല്ലാം നിന്നതിന് ശേഷം ഇതുപോലെ ഈ ഒരു ബ്ലൂ കളറെല്ലാം വരുമ്പോഴാണ് ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ചാർജിങ് കേസിൽ നിന്നും ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ ഈ ഒരു ട്രാൻസ്മിറ്റർ 1 അതുപോലെ ട്രാൻസ്മിറ്റർ 2 എല്ലാം കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കണക്ഷൻ വേണ്ട, ഒരു ട്രാൻസ്മിറ്റർ മാത്രം മതിയെങ്കിൽ ഇത് നിങ്ങൾക്ക് ചാർജിങ് കേസിലേക്ക് വെച്ചതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കേണ്ടാത്ത ട്രാൻസ്മിറ്ററിൽ ഇവിടെ ഈ ഒരു യെല്ലോ ബട്ടണിൽ 3 സെക്കൻഡ് ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ട്രാൻസ്മിറ്റർ ഓഫ് ആകുന്നതാണ്. ഈ ഒരു ലൈറ്റ് എല്ലാം ഇവിടെ നിന്നും പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ട്രാൻസ്മിറ്റർ 1 എന്നത് ബ്ലിങ്ക് ആവുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസ്മിറ്റർ ഇപ്പോൾ കണക്റ്റഡ് അല്ല. ഈ ഒരു ട്രാൻസ്മിറ്റർ 2 ഈ റിസീവറുമായി കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ബ്ലിങ്ക് ആകുന്നില്ല. അതിനാൽ തന്നെ ഇത് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ജസ്റ്റ് ഇതിൽ നമ്മൾ ഒരു തവണ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് ഗ്രീൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ ട്രാൻസ്മിറ്റർ ഏതാണോ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുള്ളത് ഇത് റിസീവറിലും ഇതുപോലെ ഗ്രീൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ പോകേണ്ടത് ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സിൽ പോകുമ്പോൾ വേർഷൻ ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഫേംവെയർ വേർഷൻ എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴത്തായി ഇവിടെ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യു ആർ കറൻ്റ്ലി യൂസിങ് ദി ലേറ്റസ്റ്റ് വേർഷൻ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഫേംവെയർ പുതുതായി ഒന്നും വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഫേംവെയർ എല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം തന്നെ ഈ ഒരു അപ്ഡേറ്റ് എല്ലാം ചെയ്യാം. വളരെ ഈസിയായ ഒരു ആപ്ലിക്കേഷനാണിത്. അതുപോലെ നിങ്ങൾക്ക് നോയിസ് ക്യാൻസലേഷൻ എല്ലാം വേണമെങ്കിലും ഇതുപോലെ ഏത് ലെവലിലാണ് ഇത് വേണ്ടത് എന്നെല്ലാം ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഈ ഒരു ഗ്രീൻ ലൈറ്റ് എല്ലാം വന്നിരിക്കുന്നത് കാണാം.
അതുപോലെ നോയിസ് ക്യാൻസലേഷൻ ലെവൽ ഹൈ വേണോ ലോ വേണോ എന്നെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ആക്സസ് എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ മൈക്ക് 2 ഇതിൽ എത്രത്തോളം പെർസെൻറ്റേജ് ബാറ്ററി എല്ലാം ഉണ്ട് എന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഈസിയായി നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മൈക്രോഫോണാണിത്. അതിനാൽ തന്നെയാണ് ഒരുപാട് പേർ ഈ ഒരു മൈക്രോഫോൺ എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നുമില്ലാതെ വളരെ ഈസിയായി യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. ഇനി നമുക്ക് 3 വോളിയം അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിംഗ് എല്ലാം വരാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു വോളിയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും നല്ല രീതിയിൽ നമുക്ക് റെക്കോർഡിംഗ് എല്ലാം തരിക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ലോ ആക്കണമെങ്കിൽ 1 എന്നത് സെലക്ട് ചെയ്യാം. ഇനി വോളിയം അഡ്ജസ്റ്റ്മെൻറ്റ് 2 ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ കുറച്ചുകൂടി അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു മൈക്കെല്ലാം അടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് എത്രത്തോളമാണ് ഇതിൻ്റെ ക്ലിപ്പിംഗ് എല്ലാം വരുന്നുണ്ടോ, അതായത് ഈ ഒരു ഭാഗമെല്ലാം ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഓഡിയോ എല്ലാം ക്ലിപ്പിംഗ് എല്ലാം ആകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തേർഡിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു റെഡ് ലൈറ്റ് എല്ലാം വരുന്നുണ്ട്. അതിനാൽ തന്നെ ഇത് ക്ലിപ്പിംഗ് എല്ലാം വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെക്കൻഡ് എന്നതിൽ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ല രീതിയിൽ ഓഡിയോ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമെല്ലാം കഴിഞ്ഞാൽ ഇത് അൺപ്ലഗ് ചെയ്യാനും സാധിക്കും. ഇനി അതുമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോണിൽ ചാർജ് എല്ലാം കഴിയാറായി എന്ന് കരുതുക. ഇത്തരത്തിൽ ഫോണിൽ ചാർജ് എല്ലാം കഴിയാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ ഈ ഒരു റിസീവറിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് USB എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മൈക്ക് യൂസ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചാർജിങ് എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതായത് ഈ ചാർജിങ് നമുക്ക് ഇത് ഡയറക്റ്റായി ഇതിലേക്ക് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനെല്ലാം സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഫോണാണ് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു USB എല്ലാം യൂസ് ചെയ്ത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് തടസ്സമില്ലാതെ നിങ്ങളുടെ ഫോണെല്ലാം യൂസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നതിനെല്ലാം ഈ ഒരു കാര്യമെല്ലാം യൂസ് ചെയ്യാം. ഇത് ഈ ഒരു മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈലിലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഇതുപോലെയുള്ള സെറ്റിംഗ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ലൈറ്റ്നിങ് കണക്ഷന് പകരമായി ഇത്തരത്തിലുള്ള ഒരു USB കണക്ഷൻ എല്ലാമാണ് വരിക. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനാൽ തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ ആൻഡ്രോയിഡ് മൊബൈലിലും നിങ്ങൾക്ക് ബാറ്ററി എല്ലാം കുറവുള്ള സമയത്ത് നിങ്ങളുടെ ചാർജർ എല്ലാം തന്നെ ഇതിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റായി നിങ്ങളുടെ ഫോണെല്ലാം ചാർജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ ടെക്നിക്ക് എല്ലാമാണ്. വളരെ ഈസിയായി നിങ്ങൾക്ക് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം റിമൂവ് ചെയ്ത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഒരു റിസീവർ എല്ലാം തന്നെ റിമൂവ് ചെയ്യാം. വളരെ ഈസിയായ ഒരു കാര്യമാണിത്. അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേർ ഈ ഒരു കാര്യമെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പല മൈക്കുകളും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല വില കൂടിയ മൈക്കുകളെല്ലാം ഉണ്ടാകും. പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ അതിൽ നിന്നും നല്ല ക്വാളിറ്റി സൗണ്ടൊന്നും നമുക്ക് ലഭിക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് കറക്റ്റായി അതിൻ്റെ DB സെറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നമ്മൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഏത് DBയിൽ സെറ്റ് ചെയ്താലാണ്. ഇപ്പോൾ റോഡിലെല്ലാം ആണെങ്കിൽ നമുക്ക് ഓരോ DB കണക്കെല്ലാം ഉണ്ട്. ഇങ്ങനെ നമ്മൾ അത് കറക്റ്റായി സെറ്റ് ചെയ്താലാണ് നമുക്ക് അതിൽ നല്ല രീതിയിലുള്ള ഓഡിയോ എല്ലാം തന്നെ ലഭിക്കുക. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മൈക്കിൽ അത്രത്തോളം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ക്യാമറയിലാണെങ്കിലും ഈ ഒരു കേബിളെല്ലാം യൂസ് ചെയ്ത് ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു വോളിയം ബട്ടൺ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 1 2 3 എന്ന ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോണിലാണെങ്കിൽ നമുക്ക് ആ 1 2 3 വോളിയം ഓപ്ഷൻ ഇവിടെ ലഭിക്കും. ക്യാമറയിലും ഇതുപോലെ ക്ലിപ്പിംഗ് എല്ലാം ചെക്ക് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ ഈ ഒരു വോളിയം ബട്ടൺ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വോളിയം ക്ലിപ്പിംഗ് ഒന്നും വരുന്നില്ല എന്ന് ക്യാമറയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഡിയോ എല്ലാം ഡയറക്റ്റായി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതല്ലാതെ മറ്റു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം യൂസ് ചെയ്യാം. എന്നാൽ ഒരുപാട് മൈക്രോഫോണിലുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
അഡ്വാൻസ്ഡ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ ആദ്യമായി നമ്മൾ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ തുടക്കക്കാരായ ക്രിയേറ്റേഴ്സിനെല്ലാം തന്നെ അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതിൽ നിന്നും നല്ല റിസൾട്ട് എല്ലാം കണ്ടെത്താനെല്ലാം പ്രയാസമായിരിക്കും. എന്നാൽ ഇവിടെ ഈ ഒരു കോംപ്ലിക്കേഷൻ ഒന്നും വരുന്നില്ല. ആർക്കും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വളരെ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങളുടെ ക്യാമറ മൊബൈലുമായി എല്ലാം കണക്ട് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് വോയിസ് എല്ലാം റെക്കോർഡ് ചെയ്യാം. അതിനാൽ തന്നെയാണ് ഒരുപാട് പേർ ഈ ഒരു സാധനമെല്ലാം ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിഗിനർക്ക് മാത്രമാണോ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചാൽ ബിഗിനർക്ക് മാത്രമല്ല, ഇത് പ്രൊഫഷണൽ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരും ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കും വളരെ ഈസിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലാതെ ഓഡിയോ എല്ലാം തന്നെ നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റിയിൽ റെക്കോർഡ് ചെയ്യുന്നതിനെല്ലാം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനോടൊപ്പം കിട്ടിയിരിക്കുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് എല്ലാമാണ്. എല്ലാവർക്കും ഇതുപോലെ ഈ ഒരു ട്രാൻസ്മിറ്ററിൽ അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു ഹോളി ലാൻഡിൻ്റെ ലോഗോ ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ലോഗോ ഒന്നും വേണ്ട എങ്കിൽ ഇവിടെ നിന്നും ഈ ഒരു സ്റ്റിക്കർ എല്ലാം എടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ബ്ലാക്ക് ആണെങ്കിൽ ഫുൾ ബ്ലാക്കായി നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് കളറെല്ലാം ലഭിക്കും. ഇനി വൈറ്റ് വേണമെങ്കിൽ വൈറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഇമോജി എല്ലാം വേണമെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്യാം. അതിനാൽ തന്നെ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഇമോജീസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാമാണ് എനിക്ക് ഈ ഒരു മൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കൂടുതലായി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല ഒരു മൈക്രോഫോൺ തന്നെയാണിത്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മൈക്കെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ? യൂസ് ചെയ്തവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്